മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തെറ്റുകൾ തിരുത്തി താനൂരിൽ UDF മികച്ച വിജയം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി PK നവാസ് പറഞ്ഞു. സ്ഥാനാർത്ഥി ആര് എന്നതിലല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ജനം ചർച്ച ചെയ്യുന്ന വിധിയെഴുത്താവും താനൂരിലേതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് താനൂരിലെ സ്ഥാനാർത്ഥിത്തെ കാണുന്നത്. നിങ്ങൾക്കറിയാം, പാർട്ടിയുടെ പ്രഗത്ഭരായ 2 നേതാക്കന്മാരും ഇവിടെയുണ്ട്. നമ്മുടെ ചെയർമാൻ രത്നാകരുണ്ട്, പാർട്ടിയുടെ പ്രസിഡന്റ് നമ്മുടെ തങ്ങളുണ്ട്. ഈ ജില്ലയിൽ, ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി സർക്കാരിനെതിരെ, നിലവിൽ MLAക്കെതിരെ നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തി ഈ മണ്ണ് ഒരു മാറ്റത്തിന് ഒരുക്കി വെച്ചത് പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടിയാണ്. ഒരു നിയോഗം പോലെയാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. സ്വാഭാവികമായി ഇവിടുത്തെ UDFൻ്റെ പ്രവർത്തകന്മാരുടെ കഠിനാധ്വാനത്തിന് ഇത്തവണ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കാം. 2 തവണ കൈവിട്ടൊരു മണ്ഡലമാണ്. തീർച്ചയായും ആ കൈവിട്ടു പോയത് എന്തുകൊണ്ട് എന്നെല്ലാം പഠനം നടത്തിയിട്ടാണ് ഇവിടുത്തെ പാർട്ടി വളരെ കൃത്യമായി, വളരെ സിസ്റ്റമാറ്റിക്കായി അതിനെതിരെയുള്ള വലിയ പോരാട്ടം നയിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾക്കറിയാം, കേരളത്തിലുടനീളം ഇടതുപക്ഷ തരംഗം ഉണ്ടായപ്പോഴും വളരെ തുച്ഛമായ വോട്ടിനാണ് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഡിഫൻസ് വളരെ കൃത്യമായിരുന്നു എന്നതാണ്. അപ്പോൾ അന്ന് പറ്റിയിട്ടുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയിട്ടുള്ള തെറ്റുകൾ കൂടി തിരുത്തിക്കൊണ്ട് അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ 4-5 വർഷക്കാലമായി സർക്കാരിനെതിരെ, ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള MLAക്കെതിരെയൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുടെയും അതുപോലെ തന്നെ UDFൻ്റെ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ, ചൂണ്ടിക്കാണിക്കൽ, ജനങ്ങളെ വിശ്വാസം എടുത്തുള്ള മുന്നോട്ടുള്ള പോക്ക് അത് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ രൂപത്തിൽ, വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ, 100ലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ താനൂർ UDFൻ്റെ കോട്ടയിൽ എണ്ണപ്പെടുന്ന ഒന്നായിരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം. തീർച്ചയായും താനൂർ നമ്മളെ സംബന്ധിച്ചൊരു പുതിയ മണ്ഡലമല്ല, അല്ലെങ്കിൽ പുതിയ അപരിചിതത്തുള്ള സ്ഥലമല്ല. നമുക്കൊരുപാട് വ്യക്തിബന്ധങ്ങളുള്ള, കുടുംബ ബന്ധങ്ങളുള്ള ഒരു നാടാണ്. പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ നിരന്തരമായി നിയോജക മണ്ഡലത്തിലെ പരിപാടികൾക്ക് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് അപരിചിതത്വം ഒട്ടുമില്ലാത്ത, എൻ്റെ നിയോജക മണ്ഡലത്തെ തോന്നെ പരിചിതമായൊരു മണ്ഡലമാണ് താനൂർ. തീർച്ചയായും വളരെ ശുഭപ്രതീക്ഷയിലാണല്ലോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആര് വരുന്നു എന്നുള്ളതല്ല. ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കും ആത്മവിശ്വാസത്തോടെ വന്നു നിൽക്കാൻ കഴിയാത്ത വിധം അവരുടെ പരാജയങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ തേടി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അവർ കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ കൊണ്ട് ഒരു മന്ത്രി ഇരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ എന്തെല്ലാം അപാകതകളുണ്ടായോ അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർക്ക് സാധ്യമായി. അത് ഞങ്ങളുടെ പാർട്ടിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ UDFൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ്. ആ വിജയമാണ് യഥാർത്ഥത്തിൽ അവരിപ്പോൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരപ്പുറത്ത് വരുന്നു എന്നുള്ളതല്ല, പ്രതിപക്ഷ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയും ഭരണപക്ഷത്തിരിക്കുന്ന ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം പ്രതിസന്ധി നിയോജക മണ്ഡലത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.